ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തിൽ പ്രചരണത്തിന് വന്ന സമയത്ത് സംസാരിച്ചത്, ഇവിടെ വൈദ്യുതി ആഘാതമേറ്റ ഒരു കുട്ടി മരിച്ചു, അങ്ങേയറ്റം ദുഃഖകരമാണ്. ആ വേദന ഒരു കാലത്തും അവസാനിക്കുന്നതല്ല. പ്രത്യേകിച്ച് അതിൻ്റെ രക്ഷിതാക്കൾക്ക്. ഞങ്ങളെല്ലാം അവിടെ പോയി ആ വീടുകൾ സന്ദർശിച്ചു. അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു കാട് നിറഞ്ഞു കിടക്കുന്ന ഒരു വനംപ്രദേശമാണത്. അവിടെ ഈ കുട്ടി സ്കൂളിൽ പോയി വീട്ടിൽ തിരിച്ചു വന്ന് മീൻ പിടിക്കാൻ പോയതാണ്. വൈകുന്നേരം മീൻ പിടിക്കാൻ പോയതാണ്. ആ മീൻ പിടിക്കാൻ പോയ സമയത്താണ് സന്ധ്യാസമയത്ത് ഷോക്കേൽക്കുന്നത്. ഇരുട്ടി വന്ന സമയമാണ്, നേരം ഇരുട്ടായ സമയമാണ്. ആ സമ്മർദ്ദത്തിൽ ഷോക്കേറ്റു. ആശുപത്രി എത്തുമ്പോഴേക്കും ആ കുട്ടി മരണപ്പെട്ടു പോയി. ഇത് അങ്ങേയറ്റം ദുഃഖകരമാണ്, പ്രതിഷേധാർഹമായ നിലപാടാണ്. ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു അപകട മരണമാണ്. അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ് കാരണമെന്ന് കണ്ടെത്തി ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ പ്രശ്നത്തിൽ ആ സംഭവമുണ്ടായ അന്ന് രാത്രി മുതൽ UDF സമരത്തിന് നേതൃത്വം നൽകി. ഇവിടെ ഒരു ജ്യോതികുമാർ ചാമക്കാല എന്നൊരാൾ എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാളുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ഒരു വക്താവ്. അദ്ദേഹം ഇവിടെ സംസാരിച്ചത് ഇത് ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത കൊലപാതകമെന്നാണ്. എത്ര മനുഷ്യത്വരഹിതമാണ് ആ പ്രസ്താവന. അത് UDF നേതൃത്വം ഇതുവരെയും അത് നിഷേധിച്ചിട്ടില്ലല്ലോ. അന്ന് രാത്രി ഇവിടെ CPMൻ്റെ PB അംഗം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിജയരാഘവൻ ഇവിടെ നിലമ്പൂർ അങ്ങാടിയിൽ വരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി. അദ്ദേഹം വാഹനത്തിൽ ഇറങ്ങിച്ചെന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. എന്താ ഗവൺമെൻറ് ചെയ്തത്? ഇവിടുത്തെ പോലീസ് എന്താ ചെയ്തത്? ഈ സംഭവത്തിൽ കേസെടുത്തു. ആരാണിതിനെ കാരണക്കാരെന്ന് അന്വേഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്തു. എത്ര ശക്തമായ നടപടിയാണ്! അതുകൊണ്ട് പിറ്റേ ദിവസം ആസൂത്രണം ചെയ്ത സമരപരിപാടികളുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രശ്നത്തിലാണ് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം പറയിപ്പിച്ചത്. ഇത് ജനങ്ങളോടുള്ള എത്ര അനീതിയാണ്! അവരെ കൊണ്ട് ഈ തെറ്റ് പറയിപ്പിച്ചില്ലേ? ഇത് ശരിയാണോ? അങ്ങനെയാണ് പത്രത്തിലടിച്ചു വന്നത്. ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. ഞാൻ മലയാള മനോരമയിൽ അടിച്ചു വന്ന പത്രമാണ് ആ വാർത്തയാണ് ഞാൻ വായിച്ചത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ സംസാരിച്ചതായിട്ട് പറഞ്ഞത്. ഇത് അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമല്ലേ ഈ നിലപാട്? പിന്നീട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ പ്രതികരിക്കാൻ തുടങ്ങി. ഈ മരണത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു കുട്ടിയുടെ മരണത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് പറയേണ്ടി വന്നു. ഇത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഇവിടെ പറയിപ്പിച്ചു. ഒരു പരാതി കൊടുത്തു, നടപടിയെടുത്തു. ഇതിന് കാരണക്കാരായ പ്രതികൾ അവരിപ്പോൾ ജയിലിനകത്ത് കഴിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ പറഞ്ഞത് വന്യജീവി പ്രശ്നമാണ്. വന്യജീവി പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ? ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിൽ ഈ വന്യജീവികൾ വനത്തിന് പുറത്തു വന്നു കഴിഞ്ഞാൽ വന്യജീവികളെ ഒരു തരത്തിലും ശല്യം ചെയ്യാൻ പാടില്ല, അതിനെ കൊല്ലാൻ പാടില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നതാണ് നിലവിലുള്ള നിയമം. ഇവിടെ വന്യജീവികൾ ജനങ്ങളുടെ കൊന്നു തിന്നുന്ന കടുവയെപ്പോലുള്ള വന്യജീവികൾ ഇവിടെ പുറത്തു വരുമ്പോൾ അവരെ നേരിടാൻ എന്താ വഴി? മനുഷ്യൻ്റെ സംരക്ഷണം എന്താ വഴി? ഈ പ്രശ്നത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞത് നിയമ ഭേദഗതി വരുത്തണം. ഇങ്ങനെ പുറത്തു വരുന്ന വന്യജീവികളെ, ജനങ്ങൾക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം വേണം. അത് സ്റ്റേറ്റിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, കേന്ദ്രത്തിന് അനുവാദം വേണം. അതിനനുസരിച്ച് നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണം. കോൺഗ്രസ്സാണ് നിയമമുണ്ടാക്കിയതെങ്കിലും ആ നിയമം ഇന്ന് BJP ഗവൺമെൻറ് കർശനമായി വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുകയാണ്. വന്യജീവി സംരക്ഷണമുണ്ട്. അതേ സംരക്ഷണം മനുഷ്യന് കൊടുക്കണം. മനുഷ്യന് ആ സംരക്ഷണം കൊടുക്കുന്ന ഒരു നിയമമല്ല ഇത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട്. കേന്ദ്രത്തിന് മുമ്പാകെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇവിടെ ദുഃഖകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് കേരളത്തിലെ ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തണം, നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധമാണ്. അതിന് സഹായകരമായ നിലപാടാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. പലപ്പോഴും ഇത് സംബന്ധിച്ച നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വന്യജീവി പ്രശ്നത്തിൽ
ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് അവർ സംസാരിപ്പിച്ചത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവർ ഉന്നയിച്ചത് ആശാവർക്കർമാരുടെ പ്രശ്നമാണ്. എന്താ അതിൻ്റെ യാഥാർത്ഥ്യം? ഇപ്പോൾ ഈ സമരരംഗത്തുള്ളവരോടൊപ്പം എത്ര ആശമാരുണ്ട്? ഇവിടെ യഥാർത്ഥ ആശാവർക്കർമാർ, കേരളത്തിൽ ആശാവർക്കർമാരായി ജോലി ചെയ്യുന്ന ഈ നിലമ്പൂർ മണ്ഡലത്തിലും ജോലി ചെയ്യുന്നവർ അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ചു. അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ചത് അവരുടെ പ്രശ്നങ്ങൾക്ക് മറ്റൊരു കാലത്തുമില്ലാത്ത സംരക്ഷണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഇവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കാൻ തയ്യാറാണെന്നും അതുമായി അവർ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ സഹകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകാനാണ് തയ്യാറായത്. ഈ നിലപാടിനാണോ പ്രിയങ്ക ഗാന്ധി പിന്തുണ കൊടുക്കുന്നത്? അതോ ഇവിടുത്തെ ആശമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി അവിടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്ന കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുകയാണോ വേണ്ടത്? ഇതിൽ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നമാണ് ഉയർത്തിയത്. ഇവിടെ ഗൗരവമായൊരു പ്രശ്നം ഞങ്ങൾ ഉയർത്തിയിരുന്നു. ഇവിടെ വർഗീയമായ ചേരിതിരിവിന് സഹായകരമായ നിലപാട് UDF സ്വീകരിക്കുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. RSS സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തുന്നു. മതരാഷ്ട്രവാദം വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണ്. SDPIയും ജമാഅത്തും ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തെയും കേരളം ശക്തമായിട്ട് എതിർക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്ന വർഗീയ നിലപാടെടുക്കുന്ന ജമാഅത്ത് ഇവിടെ UDFൻ്റെ ഭാഗമാണ്. ഈ പ്രശ്നത്തിൽ ജമാഅത്തിനെ ഇതിനകത്ത് പാർട്ട്ണറാക്കുന്ന നിലപാടിൽ എന്താണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് വിശദീകരിക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇതിനൊരു വിശദീകരണം നൽകണം. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം വിശദീകരണം നൽകിയോ? എല്ലാറ്റിനും പ്രതികരിക്കുന്ന കോൺഗ്രസിൻ്റെ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴെങ്കിലും കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവർ വിശദീകരിച്ചില്ലല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുമ്പ് മതരാഷ്ട്രവാദമുണ്ട്, ഇപ്പോൾ ജമാഅത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. മൗദൂദിയുടെ സിദ്ധാന്തമാണ് അവർ മുറുകെ പിടിക്കുന്നത്. ആ മൗദൂദി സിദ്ധാന്തത്തെ ജമാഅത്ത് തള്ളിപ്പറഞ്ഞിട്ടില്ല. മൗദൂദിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്. ആ മതരാഷ്ട്രവാദം എന്നുള്ള നിലപാടിനെ ഇന്നേ വരെ ജമാഅത്ത് തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇവിടെ VD സതീശൻ വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ ജമാഅത്തുകാർ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറയേണ്ടത് VD സതീശനല്ല. VD സതീശൻ കോൺഗ്രസിൻ്റെ നിലപാടാണ് പറയേണ്ടത്. ഈ ജമാഅത്തിൻ്റെ നിലപാട് പറയുന്നത് അതിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വം ഇതുവരെയും ഈ പ്രശ്നങ്ങളിൽ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചില്ല. ഈ നിലപാട് അവർ തുടരുകയാണ്. കോൺഗ്രസ് ഈ വർഗീയ നിലപാടുമായി സഹകരിക്കുന്ന സമീപനം ഈ ഭാവി കേരളത്തിന് അങ്ങേയറ്റം ദോഷം ചെയ്യും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇവിടെ ഇതിനിടെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് പാലക്കാട് UDF ജയിച്ചപ്പോൾ അവിടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്താൻ ആദ്യം രംഗത്ത് വന്നത് SDPI ആണ്. അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസോ അതിൻ്റെ നേതൃത്വമൊന്നും തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ കൂട്ടുകെട്ട് ഇവിടെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ജനങ്ങളുടെ മനസ്സിനെ എതിർക്കുന്നതാണ്. ഇവിടെ സഖാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു. കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചെന്തിനാ? കുഞ്ഞാലിയെ വെടിവെച്ച് വന്നത് എന്തിനാണ്? ഇവിടെ ഭൂരഹിതരായ കുടുംബങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടം, തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം, ഇവിടെ 59 ഇവിടെ നേരത്തെ കർഷക ബന്ധ നിയമം വന്ന സമയത്ത്, ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വന്ന സമയത്ത് ഇതിനെല്ലാം എതിരായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങളെല്ലാം അന്ന് കുഞ്ഞാലിക്കെതിരായിരുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്സാണ് കുഞ്ഞാലിയെ കൊല ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്തതെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി
ഓരോ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM സ്വീകരിച്ച നിലപാട് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഈ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വസ്തുതാവിരുദ്ധമായ നിയമവിരുദ്ധമായ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ്, അങ്ങനെ വോട്ട് സമ്പാദിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അത് വോട്ട് സമ്പാദിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ നിലപാടിന് കനത്ത തിരിച്ചടി നിലമ്പൂരിലെ ജനങ്ങൾ നൽകാൻ പോകുന്നു. ആ വിജയമാണ് 23-ാം തീയതി വോട്ടെണ്ണ സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം, ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് M. സ്വരാജ് അദ്ദേഹം വൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ളതാണ്.